ഈ കാണുന്ന തൊഴുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ചേട്ടാ? ഇതിപ്പോ ഒരു 10-40 വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പൊ എത്ര കിലോ ഉണ്ടാവും ചേട്ടാ ഏകദേശം? ഇതൊരു നല്ല ഇത് വരാണെങ്കിൽ ഒരു പച്ചക്കറിയുടെ വിളക്കിന് 2500 രൂപ. കണ്ടിട്ട് ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ കാശ് വേണ്ട, ടാറ്റ മതി. ഒരു 40 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെ പശു വളർത്തൽ ലാഭകരമായിരുന്നോ എന്ന് ചോദ്യം ചോദിച്ചാൽ അത്ര ലാഭകരമൊന്നല്ല. മറ്റ് കൃഷികളോടൊപ്പം തന്നെ പശുവും വളർത്തി ഒരു കുടുംബം ജീവിച്ചു പോകാം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇന്നും പശു വളർത്തുന്ന, ഇന്നും മറ്റ് കൃഷികൾ ചെയ്യുന്ന ഒരാളെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്നത്തെ വീഡിയോ നമ്മൾ കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ബാല്യകാല ഓർമ്മകൾ, ആ ഒരു സ്മരണകൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ? BK ആൻ്റണി. സ്ഥലം ഏതാട്ടോ നമ്മുടെ ഇവിടുത്തെ? മള്ളിശ്ശേരി. ഏത്? എറണാകുളം ജില്ല. എറണാകുളം ജില്ല, മള്ളിശ്ശേരി, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്. ഇവിടെ എന്തൊക്കെ കൃഷിയുണ്ട് ശരിക്കും ഇപ്പോൾ? ഇവിടെ എല്ലാ പശുവുണ്ട്, പിന്നെ കോഴിയുണ്ട്, പിന്നെ മീൻ വളർത്തലുണ്ട്, മീനുണ്ട്. പിന്നെ എല്ലാ വക വാഴ, പൈനാപ്പിള്, നെൽകൃഷി കഴിഞ്ഞു, ഇപ്പൊ ഇല്ല. ഈ കാണുന്ന പശുക്കളെ വാങ്ങിച്ചതാണോ അത് ഇവിടെ തന്നെ? ഇവിടുത്തെ തന്നെയാണ്. ഇവിടെ തന്നെയാണല്ലേ? വാങ്ങിക്കാറില്ല നമ്മള്? മേടിക്കാറില്ല. ഈ കാണുന്ന തൊഴുത്ത് കണ്ടിട്ട് കുറച്ച് പഴയ ഒരു തൊഴുത്ത് പോലെ. പഴയ തൊഴുത്താണ്. ഇതിന്റെ ബാക്ക് വശം ചാണകമൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടായതായതുകൊണ്ട് പാലുൽപാദനമൊക്കെ എങ്ങനെ ഉണ്ട് ചേട്ടാ ഇവർക്ക്? പാലുൽപാദനം നമ്മള് ഒരു നാടൻ പശുവിനെ വളർത്താറുള്ളൂ, മറ്റേ വലിയ പാലുള്ള പശുവിനെ വളർത്താറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? പാടത്ത് കൊണ്ട് കെട്ടും, സമയത്തിന് അഴിച്ചുകൂട്ടി നടന്നില്ലെങ്കിൽ അതിന് അസുഖങ്ങൾ വരും. ഇതാവുമ്പോ അസുഖങ്ങൾ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ അല്ലേ. കുട്ടികളൊന്നും ഇല്ല കേട്ടോ ഇവർക്ക്? കുട്ടികളെ കൊടുത്തു. ആൺകുട്ടികളായിരിക്കും അല്ലേ? ആൺകുട്ടികളെ പിന്നെ നിർത്തിയിട്ടും കാര്യമില്ല അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ പാലുൽപാദനമൊക്കെ എന്തോരം ഉണ്ട് ചേട്ടാ ഇവിടെ? ഈ പശുവിന് ഒരു 8 ലിറ്റർ കിട്ടും കാലത്ത്, രാവിലെ. അപ്പൊ ഉച്ചയ്ക്ക് ഒരു 4-5 കിട്ടും. 4:30-5. നാടനായതുകൊണ്ട് കുട്ടി വേണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ശരി നാടനല്ല, അല്പം ക്രോസ് ഉണ്ട്. ഈ കാണുന്ന തൊഴുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ചേട്ടാ? ഇതിപ്പോ ഒരു 10-40 വർഷങ്ങളായിട്ടുണ്ട്. 40 വർഷത്തെ പഴക്കമുണ്ടല്ലേ? ഈ പശു വളർത്തൽ ആരംഭിച്ചിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? പശു വളർത്തൽ ഞങ്ങളുള്ള കാലങ്ങളിൽ ഇവിടെ പാല് പുറത്തൊന്നും മേടിക്കാറില്ല. അതായത് പാരമ്പര്യമായിട്ട് സ്വന്തം കറന്ന് ഉപയോഗിക്കാറ് പതിവ്. പാരമ്പര്യമായിട്ടുള്ള ഒരു തൊഴുത്താണ്. അതെ അതെ അതെ. 3 പശു, അത് വിട്ടുള്ള കേസും ഇല്ല. 3 വളർത്തതുമില്ല നമ്മള്? ഇല്ല ഇല്ല ഇല്ല. അത് വേറെ ആളെ വെച്ചാലും മുതലാവില്ല. അപ്പൊ സ്വന്തം കൺട്രോൾ ചെയ്യാവുന്ന കണ്ടീഷൻ. പാല് കുറച്ച് വീടുകളിൽ, പിന്നെ ഡയറികളിൽ. ഇവിടെ വന്നവർക്ക് കൊടുക്കും, കൊണ്ടുകൊടുക്കൂല. ഇത്രത്തോളം പഴക്കമുള്ള തൊഴുത്തായതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വല്ല സപ്പോർട്ട് വല്ലതും? ഗവൺമെന്റ് മെയിൻ്റെനൻസിന് ഒരു തവണ പൈസ കിട്ടി. മെയിൻ്റെനൻസിന് മാത്രം അല്ലേ? ഒരു 5000 താഴെ. ഓ, അത്രയും കൊണ്ട് എന്ത് ചെയ്യാനല്ലേ? ശരിക്കും ഈ തൊഴുത്ത് പണിത് ചേട്ടൻ തന്നെയാണോ അതോ? പണിയിപ്പിച്ച് ഞാനാണ്. ഇപ്പൊ ചേട്ടൻ എത്ര വയസ്സുണ്ട് ഇപ്പോ? എത്ര വയസ്സുണ്ട് ചേട്ടൻ ഇപ്പൊ? എനിക്ക് 65 വയസ്സ്. ഇപ്പൊ ചേട്ടാ ഈ കറക്കുന്ന പശുവിന് ഇപ്പൊ എത്ര വയസ്സായ ചേട്ടാ? ഒരു 7 വയസ്സെങ്കിലും ഉണ്ടാവും. എനിക്കറിയപ്പോ ഒരു 3 പ്രസവം ആയോ? ഇതിന് കറവേണ്ട? ഇല്ല ഇല്ല, കുത്തി വെച്ചേക്കണം. ഇപ്പോഴത്തെ ദിവസം ഈ പശു വളർത്തിയിട്ട് ശരിക്കും ഇപ്പൊ ഒരു ബെനിഫിറ്റ് ആയിട്ട് എന്താ തോന്നണം നമുക്കിപ്പോ? ഇപ്പൊ പശു വളർത്തണേല് മിൽമയുടെ PDDPയുടെ കെയറോപ്പില് ഇൻഷുർ ഉണ്ട്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ആൾക്കാണോ അതോ പശുവിനാണോ? ആൾക്ക് ഇൻഷുറൻസ്. പശുവിനുണ്ട്. ആൾക്ക് കുറഞ്ഞ പ്രീമിയം. അത് കർഷകർ. കുറഞ്ഞ പ്രീമിയം എത്ര തന്നെ? ആൾക്ക് ഒരു 2600 രൂപ തന്നെ ഉള്ളൂ. അത് ഇൻഷുറൻസ്. അത് എന്തിന്റെ ഇൻഷുറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? അത് മെഡിക്കൽ ക്ലെയിം. കർഷകർക്ക് വളരെ ഉപകാരത്തിൽപ്പെട്ട ഒരു കേസാണ്. അത് പൈസ കൊടുക്കണ്ട, നമ്മൾ ഹോസ്പിറ്റൽ ഇത് ചെയ്താൽ മതി. അത് ക്യാഷ്ലെസ് ആയിട്ടാണ്. ഈ പാവപ്പെട്ടവൻ അവർക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. അവർ ആശുപത്രി പോയി കിടന്നാൽ ഒരു പൈസയും നമ്മൾ കൊടുക്കണ്ട, കാർഡ് കാണിച്ചാൽ മതി. അത് എനിക്ക് 2-3 പ്രാവശ്യം ഞാൻ കിട്ടി. ഞാനത് ഓടി അന്വേഷിച്ച് അങ്ങോട്ട് ചേരലാണ്. ഈ കണ്ട പുല്ലപ്പ എവിടെ ശരിക്കും? ഇവിടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തേക്കണം ഉണ്ടല്ലേ? കറവ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പുല്ല് കൊടുക്കും അല്ലേ? അതെ അതെ. പശു വളർത്തല് സുഖമാണ്. പക്ഷെ പശു വളർത്തലിന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും ആൾക്കാരും ബന്ധുക്കളും മരിച്ചു പോയാലും ഞങ്ങൾക്ക് വൈകുന്നേരമാണ് വളരെ ഫ്രീ. അതുവരെ തിരക്കാണ്. ഇപ്പൊ പശുവിനെ ഇപ്പൊ ഒരു ഉച്ചനേരത്ത് കല്യാണം വിളിച്ചാൽ കൂടാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് കറവ നടക്കൂല. പല ബുദ്ധിമുട്ടാണ്. രാത്രിയുള്ള വല്ല ഫംഗ്ഷനിലൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സംതൃപ്തിയോടും. അല്ലാന്നുണ്ടെങ്കിൽ വല്ല പണിക്കാരൊക്കെ വേണം, അപ്പൊ കൂടുതൽ എണ്ണം വേണം അല്ലേ? അങ്ങനെ വേണം. ഇവിടെ കേരള ഫീഡും കൊടുക്കുന്നുണ്ട്, പീറ്റേഴ്സിന്റെ ഗോതമ്പ് ഇടാം. പിന്നെ ഇതിന്റെ ചാണകം ഉപയോഗിച്ച് ഞങ്ങള് ഇത് ജൈവവളം. ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്. ജൈവവളം ഉണ്ടാക്കി ഇപ്പൊ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണം. ഈ കാണുന്ന വളത്തിൽ എന്തൊക്കെയുണ്ട് ശരിക്കും? ഇതില് വേപ്പും പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്. വേപ്പും പിണ്ണാക്കിന് നല്ല കുത്തുണ്ട് കേട്ടോ.
എല്ലുപൊടിയുടെയും പിന്നെ വേപ്പുണ്ടാക്കിൻ്റെ ഉം. സൂപ്പറായിട്ട് നല്ല കുത്തുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇത് മിക്കവാറും ഒരു 10 കിലോ ഉണ്ടാവില്ല അല്ലേ? കിലോ അല്ല അധികം ഉണ്ടാവും. ഇപ്പോഴത്തെ ദിവസത്തിൽ കുടമ്പുളിക്ക് ഇപ്പൊ കിലോക്ക് ഇപ്പൊ നമുക്ക് എന്ത് വില ഉണ്ട്? ഞങ്ങള് 200 രൂപയ്ക്ക് കൊടുക്കും. 250, 300 ഒക്കെ ഉണ്ട്. കിലോക്ക് 200 അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാണ്. ഇപ്പൊ കണ്ട പശുവിന് ശേഷം നമ്മൾ കാണാൻ പോണത് എന്താണ്? ഇത് ഞങ്ങൾ കൃഷി ചെയ്യണ സ്ഥലമാണ്. പശുവിന്റെ ചാണകമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കണ. ഇത് എല്ലാ കൃഷിയുണ്ട്. ഇതിപ്പോ ജാതി, തെങ്ങ്, കമുക്, പിന്നെ പച്ചക്കറി. പച്ചക്കറി നട്ടേക്കണ്, മുളച്ചിടില്ല. മഴ അധികമായ കാരണം കൃഷി ചെയ്യാൻ വൈകിപ്പോയി. പയറും വെണ്ടയൊക്കെ കുത്തിയേക്കാണ്. ജാതി ഈ സ്ഥലത്തെ കാലാവസ്ഥയുടെ കെയറോഫില് ശരിക്ക് ആൾക്കാർ ശബരിമലയിലും വേളാങ്കണ്ണിയിലും പോയിട്ട് തല മുട്ടയടിച്ച മാതിരിയാണ് ഇപ്പോഴത്തെ ജാതിത്തോട്ടം നിൽക്കുന്നത്. ജാതിത്തോട്ടം നിൽക്കുന്നത് അതേ കണ്ടീഷനിലാണ്. അതിന് ഗവൺമെന്റ് ഒന്ന് കനിയേണ്ടതാണ്. അവര് അതിനെ പറ്റി ഒരു നടപടി എടുക്കേണ്ടത് ഒരു കർഷകർക്ക് പറ്റി ഒരു ആവശ്യമാണ്. പിന്നെ ഇവിടെ റംബൂട്ടാൻ റംബൂട്ടാനുണ്ട്, പിന്നെ മാങ്കോസ്റ്റി ഉണ്ട്. ഇത് അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അടുക്കളത്തോട്ടം. ഇത് കൊടപ്പുളി, ജാതിക്കൊക്കെ ഉണക്കണ ഒരു നമ്മുടെ പഴയ ഡ്രയർ സിസ്റ്റം. അതെ, ഡ്രയർ. ഇത് കോഴി വളർത്തല്. കോഴി ഇല്ല ഇപ്പൊ? എന്ത് കോഴിയുണ്ട്? കോഴി ഇതേ പുറത്തേക്ക് ഇറങ്ങി പോയേക്കാം. കോഴി പുറത്തേക്ക് ഇറങ്ങി പോയത് ഇപ്പൊ ഒരു 10-15 എണ്ണം ഉള്ളൂ. 10-15 ഉള്ളൂ. പിന്നെ ഒരു 10 താറാവുണ്ട്. താറാവ് പുറത്താണ്. പിന്നെ മീൻകുളം ഉണ്ട്. ഫാഷൻ ബൂട്ട് തൂങ്ങി കിടപ്പുണ്ട്. ഈ കാണുന്നല്ലേ? അതെ. പപ്പായ വിൽക്കാറുണ്ടോ ചേട്ടാ? പപ്പായ ചിലപ്പോ കൊടുക്കും. പിന്നെ പൈനാപ്പിൾ കൃഷി. എന്നങ്ങോട്ട് അത് പുല്ല് പിടിച്ചുകൊണ്ട് മഴ കാരണം മഴയുടെ മരുന്നടിച്ചാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ കാണുന്ന തൈകൾ വാങ്ങാണോ ചെയ്യണം നമ്മളതോ? തൈകൾ മേടിച്ച് തൊടുപുഴ മൂവാറ്റുപുഴ സൈഡിൽ നിന്ന് തൈകൾ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഉൽപാദന ശേഷിയുള്ളത് അതിന്റെ വിത്ത് കൊണ്ടുവന്നാണ് ഇവിടെ നടന്നത്. ഇത് നല്ല കായ്ക്കൊലൊക്കെ അവിടെ ഉണ്ട്. ഇത് ഓണത്തിന് വെട്ടാൻ പറ്റില്ല. ഇല്ല. റോബസ്റ്റ് ആണ് ഇതല്ലേ? റോബസ്റ്റ്. ശരി. ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും ചേട്ടാ ഏകദേശം? ഇതൊരു നല്ല ഇത് വരാണെങ്കിൽ ഒരു 30 കിലോ ഒക്കെ വരാം. 30 കിലോ വരെ വരാൻ. എത്രത്തോളം വാഴയുണ്ട് കേട്ടോ ചേട്ടൻ ഇവിടെ? എനിക്ക് മൊത്തം ഈ പറമ്പില് റോബസ്റ്റും ഏത്തനുമായിട്ട് ഒരു 1500 വാഴയുണ്ട്. വാഴ വെച്ചതിന് നമ്മൾ 7 തവണ നമ്മൾ വളം വെക്കണം. 7 പ്രാവശ്യം വളം വയ്ക്കും. വളം വെച്ചതിനുള്ള ഒരു പ്രതിഫലം അതിപ്പോൾ മോശം വാഴയായാലും നല്ല വാഴയായാലും 7 പ്രാവശ്യം വളം വയ്ക്കണം. ആണ് ഈ റോബസ്റ്റിന് ഒരു 4 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ ഇത്തവണ ഈ ഓൺ മാർക്കറ്റ് ഇപ്പൊ നമുക്ക് പ്രതീക്ഷിച്ച വില ആവാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു പ്രതീക്ഷിച്ച വില ഇല്ല. കർണാടകയിൽ നിന്നൊക്കെ കായ വന്നതുകൊണ്ട് ഇപ്പം 45 രൂപയൊക്കെ ഉള്ളൂ. ഇപ്പം വെളിച്ചെണ്ണ വില കൂടുതൽ. അത് കാരണം തൊഴിലുറപ്പ്, കുടുംബശ്രീ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന അവർ അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെളിച്ചെണ്ണ വില ഏത്തവാഴ കൃഷിക്ക് ദോഷകരമായേക്കാണ്. അതൊരു വിഷയം തന്നെയാണല്ലേ. ഈ സംഭവത്തെ കുറിച്ച് പെട്ടെന്നൊരു ചിന്തിക്കില്ല. കാരണം കർഷകർക്ക് ഉപകാരമല്ലേന്നായിരിക്കും മിക്കതും ചിന്തിക്കുക. പക്ഷെ ഉപ്പേരി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലുള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരും, കേരളത്തിലുള്ള സകല കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അത് ഇന്നൊക്കെ അവർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷത്തെ ഒരു കാർഷിക ജീവിതത്തിൽ ചേട്ടൻ എന്താ ശരിക്കും പറയാനോ? ഇത്രയും രീതിയിൽ ആദ്യം എൻ്റെ അപ്പനൊക്കെ ഉള്ള സ്ഥിതിയിൽ കർഷക അഭിവൃദ്ധി കൊണ്ട് അന്ന് സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് കുറച്ച് കാശ് മതി, പെങ്ങന്മാരെ കെട്ടിക്കുന്നതിന് കുറച്ച് കാശ് മതി, ആഡംബര ജീവിതം കുറച്ചുള്ളൂ, ഒരു ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 5 വീഡിയോ 6 വീഡിയോ ഒക്കെയാണ് ഒരു കല്യാണത്തിന്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഇപ്പൊ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് വീട്ടിലുള്ള ആൾക്കാർക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം. അത് കൈകൊണ്ട് വാരി കഴിക്കാം. അത് ടീസ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്നതല്ലാതെ അതുകൊണ്ട് ഉള്ള ആദായം കൊണ്ട് ഒരു കാര്യങ്ങളും നടക്കില്ല. അതൊരു വിഷയമാണ്. നല്ലൊരു ഡ്രസ്സ് പുതിയൊരു കടയിലോ അല്ലെങ്കിൽ ഒരു VIP കടയിൽ പോയി എടുക്കാൻ കർഷക അഭിവൃദ്ധി കൊണ്ട് നടക്കില്ല. ഇത്തരത്തിലുള്ള കാർഷിക വിളകൾക്കാണ് ആ സംഭവം ഉള്ളതെന്ന് പറഞ്ഞു. കാരണം പശുവൊക്കെയാണ് കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, നമുക്ക് പശു കുറച്ചുകൂടി സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമാണ് നമുക്ക്. സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് ലക്ഷങ്ങൾ കൊടുത്താലേ അഡ്മിഷൻ കിട്ടുള്ളൂ. അതുപോലെ കല്യാണങ്ങൾക്ക് നല്ലൊരു പൈസ വേണം. അതൊരു വലിയ വിഷയം തന്നെ. ഇതൊന്നും പശുവിന്റെ ആദായത്തിൽ നിന്ന് സാമൂഹികമായിട്ടുള്ള മാറ്റം വന്നപ്പോ ശരിക്കും കർഷകന് ശരിക്കും വലിയൊരു അടിയാണത്. ഇതിന്റെ അധ്വാനത്തില് ഞങ്ങളെ സഹായിക്കാനും അതിന്റെ കീടനാശിനി വളം ഇതിനൊക്കെ സഹായിച്ച ഒരു സുഹൃത്താണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. പുള്ളിയുടെ പേര് തങ്കു. എത്ര വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്? നമ്മുടെ കൂടെ ഒരു 10-15 വർഷമായി.
10-15 വർഷമായിട്ട് ചേട്ടൻ്റെ കൂടെ ഉണ്ട്. നെൽകൃഷിയിലായാലും മറ്റേ വാഴക്കൃഷിയായാലും പറമ്പ് പണിക്കായാലും പുള്ളി നമ്മളെ വന്ന് സഹായിക്കും. നമ്മളതിന് പൈസ കൊടുത്തിട്ടാണ്. അപ്പൊ ആ രീതിയിൽ സഹായിക്കാൻ ഒരു ആത്മാർത്ഥ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ചേട്ടൻ്റെ വീട് എവിടെയാ? മള്ളിശ്ശേരി അല്ലേ? സഹായിക്കും. നമ്മള് സ്വന്തമായിട്ട് ഒരു പാട്ടത്തിനെടുത്ത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. വാഴ വെച്ചുണ്ട് പാട്ടത്തിനെടുത്ത്. ചെറുപ്പത്തിലെ തുടങ്ങി പുള്ളി കൃഷിയിലുള്ള ആളാണ്. നമ്മൾ ഈ വാഴയ്ക്ക് ചുറ്റും ഇതുപോലെ കാട് പിടിച്ചാലൊന്നും യാതൊരു വിഷയമല്ല അല്ലേ? കാട് പിടിക്കാൻ കാരണം ചോട്ടിലെ കുഴിയാണ്. കാട് പിടിക്കാനുള്ള കാരണം മഴ നിക്കാത്തതാണ്. ഇത്തവണ ഈ മഴ നിക്കാത്തതാണ് ഇതിന് കാരണം. മാഷ ഇതൊന്നുമല്ല, ഞങ്ങൾ ഇതിലും ഒരുപടി ചിങ്ങൊന്നിന് ഞങ്ങള് ജില്ലയിൽ വരെ അതുപോലെ ഞങ്ങള് പച്ചക്കറിയുടെ വിളക്കുണ്ടാകും. പച്ചക്കറിയുടെ വിളക്ക്? പച്ചക്കറിയുടെ നിലവിളക്കുണ്ടാകും. കൊള്ളാം. ആ നിലവിളക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ 24 മണിക്കൂറും തിരിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കത്തും. ഞങ്ങൾ ആരെങ്കിലും കല്യാണോ താമസമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ 2500 രൂപ ഞങ്ങൾ അടുത്താണെങ്കിൽ കൊണ്ടുവയ്ക്കും. അകലെയാണെങ്കിൽ അവർ വണ്ടി കൊണ്ടുവരും. പച്ചക്കറിയുടെ വിളക്കിന് 2500 രൂപ. കണ്ടിട്ട് ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ കാശ് വേണ്ട, ടാറ്റ മതി. നമ്മളത് ഗ്യാരണ്ടിയോടെ കൂടിയാ പറയണേ. ഈ പറയുന്ന പച്ചക്കറിയുടെ വിളക്കിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടാവും ചേട്ടാ? എല്ലാ ഒരു ചക്ക ഉണ്ടാവും, കുമ്പളങ്ങ ഉണ്ടാവും, ചൊരക്ക ഉണ്ടാവും, ചിലപ്പോ കാബേജ് ഉണ്ടാവും. പച്ചക്കറി ഉണ്ടാവുള്ളൂ. ഒരു നടുക്കൊരു കമ്പി മാത്രം വേറെ, ബാക്കി എല്ലാം പച്ചക്കറി. കത്തിക്കണ വിളക്ക് വരെ പച്ചക്കറി ആയിരിക്കും. കത്തിക്കുന്ന വിളക്ക് വരെ പച്ചക്കറി. ഒരു തിരി പടവലങ്ങ വഴുതനങ്ങയുടെ ഉള്ളിൽ വെക്കും. എന്നിട്ട് അതുകൊണ്ടാണ് കത്തിക്കണേ. അങ്ങനെ തിരി അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ ഉള്ളിൽ വെക്കും, അല്ലെങ്കിൽ കുക്കുമ്പറിന്റെ ഉള്ളിൽ വെക്കും. തിരി വെച്ചിട്ട് എണ്ണ ഒഴിക്കുന്ന അതിലായിരിക്കും. എണ്ണ അതിന്റെ മുകളിൽ ഞങ്ങൾ മത്തങ്ങ കൊണ്ട് ഒരു മത്തങ്ങ ഒപ്പം രണ്ടായിട്ട് മുറിക്കും. എന്നിട്ട് അതില് വെളിച്ചെണ്ണ ഒഴിച്ച് തിരി. ഇങ്ങോട്ട് ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചു, ഈ കാണുന്ന സംഭവം ഇതെന്ത് കേട്ടോ ഇങ്ങനെ എഴുതി വെച്ചേ? ഞങ്ങള് ഒരു കർഷക കുടുംബമാണ്. ഞങ്ങള് പാരമ്പര്യമായിട്ട് കൃഷിയാണ്. പാരമ്പര്യമായിട്ടുള്ള കൃഷി കൊണ്ടാണ് ഞങ്ങള് ജീവിച്ചു പോരുന്നത്. നമ്മള് കർഷകരാണ്. കർഷകർ കടക്കണിയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള സംഭവം എന്തത്? ഞങ്ങള് ലോണും കാര്യങ്ങളൊക്കെ എടുത്താൽ സമയത്തിന് അടയ്ക്കാൻ പറ്റണില്ല. അതൊരു വിഷയം തന്നെയാണ്. വിറ്റ് കിട്ടി ബാങ്കിൽ കാശ് അടയ്ക്കാൻ പറ്റണില്ല. അപ്പൊ അത് കേരളത്തിലുള്ള എല്ലാ കർഷകർക്കും, ഈ പഞ്ചായത്തിലെ എൻ്റെ മാത്രമല്ല, അതുപോലെ നമ്മളുടെ കൃഷി നശിച്ചു പോയാൽ 2-3 വർഷങ്ങളായിട്ട് ഇതുവരെ അതിൻ്റെ ആനുകൂല്യം ഗവൺമെൻറ് തന്നിട്ടില്ല. 3 വർഷത്തെ കുടിശ്ശികയാണ് കിടക്കുന്നത്. സാധാരണക്കാരായ കർഷകർക്ക് 100 രൂപ ഒരു വാഴ ഒടിഞ്ഞാൽ കിട്ടും. കർഷകൻ നാടിൻ്റെ നട്ടെല്ലാണെന്ന് എല്ലാവരും പറയണം. എല്ലാവരും മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതും ഓർത്തെങ്കിലും ഞങ്ങളുടെ കാശ് തന്നാല് ഞങ്ങളുടെ എന്നല്ല, കേരളത്തിലെ കർഷകരുടെ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചു പോയതിൻ്റെ പൈസ കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ഓണത്തിന് മുന്നേ കൊടുത്താലും നന്നായിരിക്കും. എല്ലാവർക്കും ബോണസ് ഉണ്ട്. കർഷകർക്ക് ഒരു തോർത്തുകൊണ്ട് പോലും ഗവൺമെന്റ് മേടിച്ചു കൊടുക്കണില്ല. സങ്കടകരമായ ഒരു കാര്യമാണ്. സങ്കടകരമാണ്. കാര്യം ഇവിടെ സന്തോഷകരമായ ഓണം എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് കാണുന്ന പേപ്പറിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ എന്താ പാലാണ് ജീവൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്താ? പാലില്ലാതെ ജീവിക്കാൻ പറ്റൂല. അതെ. കൊച്ചുകുട്ടികൾക്കായാലും മുലപ്പാലായാലും പശുമ്പാലായാലും ഇപ്പൊ അമ്മമാര് മുലപ്പാല് കൊടുക്കൽ കുറവാണ്. അപ്പൊ പാല് തന്നെ കൊടുക്കണം. അപ്പൊ പാലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ കാണുന്ന നെല്ലാണ് ജീവൻ അല്ലേ? നെൽകൃഷിയുണ്ട്. അരിഭക്ഷണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നെല്ലാണ് ജീവൻ എന്ന് പറഞ്ഞാൽ നെല്ല് 100% ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വസ്തുവാണ്. ഇഷ്ടം പോലെ ട്രോഫി കാണാനുണ്ടല്ലോ. ഇത് എന്റെയാണ്. ഇത് ഈ വർഷം കിട്ടിയതാണ് വൈഫിന്. എവിടെ എങ്ങനെ? അല്ലല്ല, കർഷക ദിനമാണ്. ഇതൊക്കെ എനിക്ക് കിട്ടിയാണതാണ്. ട്രോഫിയൊക്കെ കിട്ടുന്നതല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു കർഷകൻ എന്ന രീതിക്ക് ട്രോഫി അല്ല കിട്ടുന്നത്. ട്രോഫിയും വേണം, പ്രോത്സാഹനവും വേണം. അതനുസരിച്ചുള്ള ഗവൺമെന്റ് സഹായങ്ങളും ചെയ്യണം. എൻ്റെ അപ്പനും അമ്മയാണ് അത്. എന്റെ ഭാര്യയുടെ അപ്പനും അമ്മയാണ് ഇവരൊക്കെ കർഷകർ തന്നെയാണ്. ഇവര് മണ്ണിനോട് അധ്വാനിച്ച് ഞങ്ങൾക്ക് മാതൃക കാണിച്ചേക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കർഷകരാണെങ്കിലും ക്രിസ്ത്യാനി വിശ്വാസിയാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആന്റണി ചേട്ടന്റെ പശുവളത്തിലും മറ്റു കൃഷികളുമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ ഹൈ പോയിന്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ഹൈ പോയിന്റ് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.